ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണാഘോഷവും അതിൻ്റെ ക്ഷീണവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ദാണ്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആര്യത്തിന് കഴിച്ചേക്കാമെന്ന് കരുതി ഞങ്ങൾ ആര്യത്തിലേക്ക് കയറി. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ദാണ്ട് ഓർഡർ ചെയ്ത മസാല ദോശയും നെയ്റോസ്റ്റും ചപ്പാത്തിയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഈ ശബരിമലയുടെ സമയമായിരുന്നാൽ നമ്മുടെ എരുമേലി ഭാഗത്ത് വരുമ്പോൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ പേട്ടതുള്ളൽ. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട്, നല്ല അടിപൊളി ഒരു കള്ള് ഷാപ്പുണ്ട് ഇവിടെ കേട്ടോ. അവിടെ തിരക്കുണ്ട്. ആ ഷാപ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്ക് ഉള്ള ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു കള്ള് ഷാപ്പാണ്. വൃന്ദാവനം എന്നാണ് പേര്. അടിപൊളിയാണ് കേട്ടോ. ഇവിടം കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് ഞങ്ങളുടെ സ്ഥിരം റൂട്ടായ കുട്ടിക്കാനം വഴിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അതാണ്ട് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ രംഗണ്ണൻ്റെ പാർട്ടീസ്, അതായത് ആന്ധ്രാപ്രദേശ് ബസ് പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസകരമായ ഒരു ബസ്സാണ്, പച്ച കളറൊക്കെയാണ്. അതിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ശാസ്ത്രീയമായിട്ട് തന്നെ എഴുതിയാന്ന് തോന്നുന്നു. നമുക്ക് അതൊന്ന് വായിക്കാം. ഹോണൊക്കെ ഉണ്ട് വണ്ടിക്ക്, ബസ്സിന് എല്ലാം ഓക്കെ. 4 ടയറുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, പൂമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ബസ്സിന്റെ പേരെന്താ? ലക്കി, ന്യൂ ലക്കി എന്നാ പേര്. അത് തന്നെ എഴുതിയേക്കുന്നുണ്ട്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഗ്രേറ്റിന്റെ സ്പെല്ലിംഗ് ആണ് GRAET. അടിപൊളി. അപ്പം ഞങ്ങള് പെയ്യെ ഉച്ചയൊക്കെ ആയപ്പം ഊണ് കഴിക്കാൻ തുടങ്ങി. ഇതാണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഊണ് കഴിക്കുന്ന കാണാം. അലൻ, എങ്ങനെയുണ്ട് പൊതിച്ചോറ്? എല്ലാ ഐറ്റവും ഉണ്ടോ? ചിക്കൻ ഞങ്ങൾ പുതിയൊരു കൂടെ കിട്ടിയില്ല, ചിക്കൻ എക്സ്ട്രാ കൊണ്ടുവന്നാ. ചീസാ കൊള്ളാവോ? ആൽഫിമോന് വാരി തന്നാ മതിയോ? വാരിയാ മതിയോ? ഓക്കെ. നിങ്ങളെ സൂപ്പർ. അമ്മയുടെ കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. നല്ല വൻപയർ മെഴുക്കുവരട്ടി, ചിക്കൻ ഫ്രൈ, തൈര്, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ. നല്ല അടിപൊളി പൊതിച്ചോറാണ്. അമ്മച്ചിയുടെ കൂടെ നിന്ന് അമ്മ എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേടി? എങ്ങനെയുണ്ടപ്പ കണ്ണിമാങ്ങ അച്ചാർ? സൂപ്പർ. ഇത് തേക്കടിക്ക് അല്ലെങ്കിൽ കുമളിക്ക് പോകുമ്പോൾ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഹൈറ്റില് നല്ല ഗ്രീനറി. ഇവിടെ ഞാൻ പറഞ്ഞത് മ്ലാവിനെ കാണുമെന്ന്. മിക്കവാറും നല്ല സൂക്ഷ്മതയോടെ നോക്കാമെങ്കിൽ ഈ പുല്ല് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന മ്ലാവുകളെയൊക്കെ കാണാൻ പറ്റും. അത് പറ്റമായിട്ട് നിന്ന് കഴിക്കുന്നൊക്കെ നല്ല ഉണക്കത്ത് വരുവാണെങ്കിൽ ഇത് മുഴുവൻ കരിഞ്ഞ് പാറയുടെ ഒരു മലയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കത്തി കരിഞ്ഞ് നിൽക്കുന്ന ഈ പുല്ലുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാറിലെത്തി. വണ്ടിപ്പെരിയാർ ഇതുപോലെ തന്നെ ഹൈ റേഞ്ചിൽ നിന്നുള്ള കമ്മോഡിറ്റീസ് മൊത്തം കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയും പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്ന ഒരു ടൗണാണ്. നല്ല തിരക്കുള്ള ടൗണാണ്. കാരണം ഹൈ റേഞ്ചിൽ അങ്ങനെ ഒരുപാട് ടൗണുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ടൗണിലാണ് ഇതിൻ്റെ കച്ചവടങ്ങളെല്ലാം നടക്കുന്നത്. അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട് സെയിൽ ചെയ്യുന്നതും
ഇവിടുന്ന് മറ്റ് സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനുമുള്ള സൗകര്യം വണ്ടിപ്പെരിയാറിലാണ് ഉള്ളത്. അപ്പം ഇവിടെ നല്ല തിരക്കുള്ള ഒരു ടൗൺ തന്നെയാണ് വണ്ടിപ്പെരിയാർ. അപ്പോൾ ഗൈസ്, യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബിവറേജ് കേട്ടോ, കണ്ടു മനസ്സിലാക്കി വെച്ചോ. അത്യാവശ്യക്കാർക്ക് ഇവിടുന്ന് വേണേലും വാങ്ങാം. ഇവിടുന്ന് വേണേലും നല്ല, ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. അതെ, ഇത് പീരുമേടാണ്. പീരുമേട് വന്നാലേ ഉള്ളൂ ചേട്ടന്മാർക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ കിട്ടത്തുള്ളൂ. അതെ, ഈ ഏരിയയിൽ വരുന്ന ഏത് ചേട്ടന്മാർക്ക് ഇവിടെ വന്നേ കിട്ടുള്ളൂ. അല്ലെ പിന്നെ ഈ ഏരിയയിൽ എവിടെയും കിട്ടുകയില്ല. അവർക്കുള്ള ദാഹശമിനി ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും വേണ്ട, ഞങ്ങൾ അങ്ങ് പോവാ. മൊട്ടക്കുന്നാണ് കേട്ടോ, മൂട്ടക്കുന്നല്ല, മൂട്ടക്കുന്നല്ല. പക്ഷെ ഇത് മൊട്ടക്കുന്നൊന്നും അല്ല. ഇത് മുഴുവനും നമ്മുടെ പള്ളിയിലെ പട്ടുമല പള്ളി എന്ന് പറയും. നമ്മൾ ഒരുപാട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പള്ളിയാണ്, ഒരു മാതാവിന്റെ പള്ളി. നമ്മള് ഭാവനയുടെ ഒക്കെ ആംഗ്രി ബേർഡ്സ് എന്നുള്ള സിനിമയില് ഭാവന അനൂപ് മേനോന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് ഈ പള്ളിയുടെ ഈ പടിക്കെട്ടിറങ്ങിയ. ഇതൊരു തീർത്ഥാടന പള്ളിയാട്ടോ. എന്നിട്ട് അവര് തിരിച്ചു വന്നോടി, അവര് പിന്നെ ബോംബെക്ക് പോയി. അങ്ങനെ താണ്ടെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ്, കുമിളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വീടിൻ്റെ പുറയില് ഫുൾ കാർഡമം പ്ലാന്റേഷനാണ്. അതിനകത്ത് കുരുമുളകും ഉണ്ട്, ഫുൾ കുരുമുളകും കാർഡമമോ. ഈ പറമ്പ് മുഴുവൻ കാർഡമം എസ്റ്റേറ്റിനകത്തോട്ട് എൻട്രി ചെയ്യുവാണ്. മീര വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി വീട്ടിലെ കോസ്റ്റ്യൂം ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആ, ഷൂട്ടുണ്ട്. നോക്കി നടക്കണം മോനെ. മീര, കാർഡമം ഉണ്ടായി നിൽക്കുന്നത് എവിടെയാ? യെസ് യെസ് ആൽഫി, ഇതെന്തെന്ന് മനസ്സിലായോ? ഏലക്ക. പായസത്തിലിടത്തില്ലേ? ഇന്നലെ അമ്മച്ചി തിന്നാം. അതിനെ നമുക്ക് ഉണക്കി ഡ്രൈ ആക്കി, നല്ല പ്രോസസ്സിങ് ഉണ്ട് ഇതിന്. നമ്മൾ ചുമ്മാ ഡ്രൈ ആക്കുമല്ല, ഇതിന് ഗ്രേഡ് തിരിച്ച് നല്ല ഡ്രൈയിങ് ഉണ്ട്. നല്ല ഗ്രീൻ കളറിൽ ഗ്രേഡ് തിരിച്ച് ഡ്രൈ ചെയ്യുന്നതിനാണ് നല്ല ഡിമാൻഡ്. പിള്ളേർക്ക് നല്ല പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് അവർ ഓടിച്ചാടി നടക്കുവാണ്. അവർക്ക് ഈ പ്ലാന്റേഷനൊക്കെ നല്ല പരിചയമാണ്. ആണോ? കുരുമുളകാണോ ട്രിസ? നമ്മളെ കുരുമുളക് പറിച്ച് കളയല്ലേ? നോക്കട്ടെ. ആ, തിരി വീഴുന്ന മക്കളെ എല്ലാം പറിച്ച് നശിപ്പിക്കരുത്. എന്തിയേ? ഓ, വെരി ഗുഡ് അലൻ. സൂക്ഷിച്ചോ. ഓക്കെ. അപ്പൊ ഞാൻ ഇതിങ്ങനെ മല പോലെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു കയറി പോണം. ഇതിന് ഇറിഗേഷൻ വേണ്ടിയുള്ള വലിയൊരു കുളമായി കാണുന്നത്. കുളം മീൻസ് മഴവെള്ള സംഭരണി. ഇവിടെ വീഴുന്ന വെള്ളമൊക്കെ ഇതിനകത്തേക്ക് സംഭരിച്ചിട്ടാണ് ഇവിടെ ഉള്ള എല്ലായിടത്തും ഇറിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാണ്ടെ ഞാനിപ്പം വന്നിരിക്കുന്നത് എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലാണ്. കുമിളിയിലാണ് അമ്മാച്ചൻ്റെ വീട്. അമ്മാച്ചൻ ഡോക്ടറാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്. അതുകൂടാതെ വേറെ താഴെ നമ്മുടെ തമിഴ്നാട്ടിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മാച്ചൻ്റെ വീട്ടിൽ വേണ്ട മാതൃനാടകം പൂത്ത് നിൽക്കുന്നതാണിത്. എനിക്കൊന്ന് ഡിസംബറിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ കായൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാട്ടോ. എൻ്റെ പൂവും ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ബ്രൈറ്റ് റെഡാണ്. ചെടിയാണ് കണ്ട ഇവിടെ ഉണങ്ങിയതുപോലെ ഇരുന്നാലും നല്ല കായാണ് ഇതിന്. നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ കാണുന്ന ഒരു ട്രഡീഷണൽ മതിലൊക്കെയാണിത്. ഇന്ന് നേരെ നമ്മുടെ കല്ലുകൊണ്ട് കെട്ടിയ മതിലുകളാണ്.
ഇതിനകത്തെല്ലാം ഏലമാണേ. ഇതിനകത്തെല്ലാം ഏലമാണ്. ഇതിങ്ങനെ ഏലമാണ് ഇതിനകത്ത് മുഴുവൻ. ഈ വഴി എന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഫുൾ കല്ലടുക്കി. അപ്പോൾ മഴ പെയ്താലൊക്കെ വെള്ളമൊക്കെ പൊക്കോളൂ, ഇടിഞ്ഞു വീഴത്തില്ല. മതിൽ കെട്ടിയാലൊന്നും നിൽക്കത്തില്ല, കാരണം വെള്ളം തള്ളി വരും. കാരണം ഇതെല്ലാം ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളായതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ മതിൽ കെട്ടിയാൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയും കാഴ്ചകളും. കൂടുതൽ കാഴ്ചകൾ നാളെയുണ്ട്. അപ്പോൾ സന്ധ്യയായി, നല്ല തണുപ്പായി, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കോട കയറി തുടങ്ങും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.